ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കുടുംബശ്രീയുടെ 26ാം പിറന്നാൾ ദിനത്തിൽ പൊതുനന്മയ്ക്കായി കൂട്ടുകൂടി മട്ടന്നൂരിലെ കുടുംബശ്രീ അംഗങ്ങളും പൊതുപ്രവർത്തകരും. കുടുംബശ്രീയുടെ വാർഷിക ദിനത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞങ്ങളുടെ ഭാഗമായി മട്ടന്നൂരിൽ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത്. 1998 മെയ് 17-നാണ് കുടുംബശ്രീ രൂപീകരിക്കുന്നത്. 26ാം വാർഷിക ദിനത്തിൽ മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ ആഘോഷമാണ് നടന്നത്. നഗരസഭയിലെ 35 വാർഡുകളിലും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ശുചിത്വോത്സവം സംഘടിപ്പിച്ചു. രാവിലെ 7 മണി മുതൽ 9:30 വരെ 35 വാർഡുകളിലായി നടന്ന പരിപാടിയിൽ 7400 പേരാണ് പങ്കെടുത്തത്. ഓരോ വാർഡിലും തെരഞ്ഞെടുക്കപ്പെട്ട പൊതുസ്ഥലങ്ങളും പാതയോരങ്ങളുമാണ് ബഹുജന സഹകരണത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. പാതയോരങ്ങളിലെ അഴുക്കുചാലുകൾ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് ശുചീകരിച്ചു. റോഡരികിലെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്രത്യേകമായി ശേഖരിച്ചു. കുടുംബശ്രീയിലെ 400 അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾ പല വാർഡുകളിലും കുടുംബസമേതമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ജനപ്രതിനിധികൾ, ബഹുജനങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ഗ്രന്ഥശാല പ്രവർത്തകർ, യുവജന സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വയോജന സംഘടനാ പ്രതിനിധികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ശുചിത്വോത്സവത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം എയർപോർട്ട് വാർഡിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് നിർവഹിച്ചു. ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ശുചിത്വ ശീലങ്ങൾ പാലിക്കാനും മാലിന്യ സംസ്കരണ രംഗത്ത് കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്താനും നന്നായി പ്രയത്നിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്താനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള 7000-ഓളം പേർ ഇന്ന് ഈ നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ 35 കേന്ദ്രങ്ങളിലായി ശുചീകരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ആ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ആകെ ബോധവൽക്കരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുർജിത് മുഖ്യാതിഥിയായി. നഗരസഭാ കൗൺസിലർ പി.കെ. നിഷ അധ്യക്ഷയായി. നഗരസഭാ സെക്രട്ടറി എസ്. വിനോദ് കുമാർ, CDS മെമ്പർ സെക്രട്ടറി കെ.പി. രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ നടന്ന ശുചിത്വോത്സവം നഗരസഭാ കൗൺസിലർമാർ ഉദ്ഘാടനം ചെയ്തു. ശുചീകരണത്തിന്റെ ഭാഗമായി ശേഖരിച്ച മാലിന്യങ്ങൾ നഗരസഭാ വാഹനത്തിൽ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. ഇനിയുള്ള ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും വാർഡുതല ശുചിത്വ സമിതി പ്രവർത്തകരും മുഴുവൻ വീടുകളും സന്ദർശിച്ച ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം നൽകുമെന്നും ഈ മാസം 25-ന് മട്ടന്നൂർ നഗരം 1000 സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ശുചീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.